സീറോ ടു ഇൻഫിനിറ്റിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും കാണാൻ നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന ഹോൾ റിയൽ ലൈനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് പഠിക്കാനുള്ളത്. ജനറൽ ആയിട്ടുള്ള ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം. നേരത്തെ നമ്മൾ ചെയ്തത് ഹാഫ് റേഞ്ച് ആയിട്ടുള്ള സീറോ ടു ഇൻഫിനിറ്റിയിലുള്ള സൈൻ ട്രാൻസ്ഫോമും കൊസൈൻ ട്രാൻസ്ഫോമും പഠിച്ചത്. ഇനി നമ്മൾ ഇതിന്റെ ജനറൽ ട്രാൻസ്ഫോം ആണ് പഠിക്കുന്നത്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷന്റെ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോമിനെ നമ്മൾ എഫ് ക്യാപ് ഓഫ് ഡബ്ല്യു എന്നാണ് എഴുതുന്നത്. സഫിക്സ് എസ് കൊടുത്താൽ അത് സൈൻ ട്രാൻസ്ഫോം ആണ്, സഫിക്സ് സി കൊടുത്താൽ കൊസൈൻ ട്രാൻസ്ഫോം ആണ്. സഫിക്സ് ഒന്നും കൊടുക്കാതെ എഴുതുമ്പോൾ അത് ജനറൽ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് 1/√2π. നമ്മൾ സൈൻ ട്രാൻസ്ഫോമിലും കൊസൈൻ ട്രാൻസ്ഫോമിലും √2π എന്നാണെങ്കിൽ ഇതിൽ 1/√2π എന്നാണ്. ഇന്റഗ്രല് 0 ടു ഇൻഫിനിറ്റി അല്ല, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. എന്നിട്ട് അകത്ത് എഫ് ഓഫ് എക്സ് ഇൻറ്റു കൊസൈൻ ട്രാൻസ്ഫോമിൽ നമ്മൾ കോസ് ഡബ്ല്യു എക്സ് എന്ന് എഴുതും, സൈൻ ട്രാൻസ്ഫോമിൽ സൈൻ ഡബ്ല്യു എക്സ് എന്ന് എഴുതും. ജനറൽ ട്രാൻസ്ഫോമിൽ രണ്ടും കൂടെ ചേർന്ന് വരുന്നൊരു ഫംഗ്ഷനാണ്. കോസ് ഡബ്ല്യു എക്സും സൈൻ ഡബ്ല്യു എക്സും കൂടെ ചേർന്ന് വരുന്ന ഒരു ഫംഗ്ഷനാണ്. അതായത് ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു എക്സ്. ഐ എന്ന് പറയുന്നത് √−1 എന്ന കോംപ്ലക്സ് നമ്പർ ആണ്, ഇൻറ്റു ഡി എക്സ്. ഇതിന് ഇ റൈസ് ടു നെഗറ്റീവ് ഐ തീറ്റ ഫോർമുല അറിയാലോ, കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ എന്ന. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, അതിന്റെ കോൺജുഗേറ്റ് ആണ് ഇ റൈസ് ടു മൈനസ് ഐ സൈൻ, ഇ റൈസ് ടു മൈനസ് തീറ്റ, മൈനസ് ഐ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് തീറ്റയ്ക്ക് പകരം ഡബ്ല്യു എക്സ് എന്ന് കൊടുത്താൽ, തീറ്റയ്ക്ക് പകരം ഡബ്ല്യു എക്സ് എന്ന് കൊടുത്താൽ കോസ് ഡബ്ല്യു എക്സ് മൈനസ് ഐ സൈൻ ഡബ്ല്യു എക്സ് എന്ന് വരും. അപ്പൊ ഇതിനകത്ത് രണ്ട് കൊസൈൻ ടൈമും ഉണ്ട്, സൈൻ ടൈമും ഉണ്ട്. കോസ് എക്സ് ഡബ്ല്യു അല്ലെങ്കിൽ കോസ് ഡബ്ല്യു എക്സും ഉണ്ട്, സൈൻ ഡബ്ല്യു എക്സും ഉണ്ട്. രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ് ജനറൽ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു നൊട്ടേഷൻ കൂടിയുണ്ട്. നമ്മൾ ക്യാപിറ്റൽ എഫില് സൈൻ ട്രാൻസ്ഫോമിനും കൊസൈൻ ട്രാൻസ്ഫോമിനും പറഞ്ഞതുപോലെ എഫ് ക്യാപ് ഓഫ് ഡബ്ല്യുവിന് പകരം നമുക്ക് സ്ക്രിപ്റ്റ് എഫ് എന്ന് എഴുതിയിട്ട് അകത്ത് സ്മോൾ എഫ് എന്ന് എഴുതിയാൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് സ്മോൾ എഫ് എന്നാണ്. ഈ രണ്ട് നൊട്ടേഷനും അറിഞ്ഞിരിക്കണം. അതേപോലെ ഇതിനൊരു ഇൻവേർഷൻ ഫോർമുലയുണ്ട്. തിരിച്ച് നമുക്ക് എഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല തിരിച്ച് ഇങ്ങനെ പറയാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, അകത്ത് എഫ് ക്യാപ് ഓഫ് ഡബ്ല്യു വരും. എഫ് ക്യാപ് ഓഫ് ഡബ്ല്യു, അപ്പൊ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യുവിലാണ്. എഫ് ക്യാപ് ഓഫ് ഡബ്ല്യു ഇൻറ്റു ഇ റൈസ് ടു, ശ്രദ്ധിക്കണം, ഇ റൈസ് ടു ഇവിടെ നമ്മൾ ഇ റൈസ് ടു നെഗറ്റീവ് ഐ ഡബ്ല്യു എക്സ് ആണെങ്കിൽ ഇൻവേർഷൻ ഫോർമുലയിൽ ഇ റൈസ് ടു പോസിറ്റീവ് ഐ ഡബ്ല്യു എക്സ് ആണ് വരുന്നത്. ഇ റൈസ് ടു ഐ ഡബ്ല്യു എക്സ് ഇൻറ്റു അല്ലെങ്കിൽ ഐ എക്സ് ഡബ്ല്യു എന്ന് എഴുതാം. വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യുയിലാണ് ഇന്റഗ്രേഷൻ എന്നതുകൊണ്ട് എക്സിനെ കോൺസ്റ്റന്റ് ആയി സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തിരിച്ചു വേണമെങ്കിൽ എഴുതാം. ഇ റൈസ് ടു ഐ എക്സ് ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു. ഇതാണ് അതിന്റെ ഇൻവേർഷൻ ഫോർമുല. ഇൻവേർഷൻ ഫോർമുലയും നമ്മൾ അറിഞ്ഞിരിക്കണം. ചില പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഇൻവേർഷൻ ഫോർമുല വേണ്ടി വരും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ക്യാപ് ഓഫ് ഡബ്ല്യു ഇൻറ്റു ഇ റൈസ് ടു ഐ എക്സ് ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു എന്നതാണ് അതിന്റെ ഇൻവേർഷൻ ഫോർമുല. ഇനി നമുക്കിതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച് വേണം ചെയ്യാൻ, കാരണം സൈൻ ട്രാൻസ്ഫോം ഉണ്ട്, കൊസൈൻ ട്രാൻസ്ഫോമും ഉണ്ട്. അപ്പൊ ഇത് ഫോറിയർ ട്രാൻസ്ഫോം എന്നാണ്. അപ്പൊ ഹോൾ റിയൽ ലൈനിലായിരിക്കും തീർച്ചയായിട്ടും ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 if mod x ലെസ് ദാൻ 1. mod x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ? -1 ലെസ് ദാൻ x ലെസ് ദാൻ 1. -1നും 1നും ഇടയ്ക്ക് ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്, 0 അതർവൈസ്. ബാക്കിയുള്ളിടത്ത് 0 ആണ്. -1 to 1 ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അതർവൈസ് അല്ല, -1 to 1 ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. ബാക്കിയുള്ളിടത്ത് അതർവൈസ് 0. 1നേക്കാൾ ഗ്രേറ്റർ ആകുമ്പോഴും -1നേക്കാൾ ലെസ് ആകുമ്പോഴും ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്.
ഇതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. കൂടെ രണ്ട് ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. ഹെൻസ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to infinity sin x by x into dx. അതേപോലെ ഇന്റഗ്രൽ 0 to infinity sin lambda cos lambda x by lambda into d lambda. ഈ രണ്ട് റിസൾട്ടുകൾ കൂടി, ഈ രണ്ട് ഇന്റഗ്രൽസും കൂടി അതിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം കാണാം. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ 1 ആണ് ഇഫ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, മോഡ് എക്സ് ലെസ് ദാൻ 1 എന്നാണ്. ആൻഡ് 0 അതർവൈസ്. ബാക്കിയുള്ള ഭാഗത്ത് 0യുമാണ്. അപ്പോൾ ഇതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എഫ് ക്യാപ് ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1/√2π into integral -infinity to infinity formula f of x into e raised to negative iwx into dx. -1 to 1 1 ആണ് വാല്യൂ, ബാക്കിയുള്ളത് 0 അപ്പൊ ഇന്റഗ്രേഷൻ നമുക്ക് -1 to 1 ചുരുക്കാം. 1/√2π ഇൻറ്റു ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യണം, 3 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ -1 പിറകോട്ടും 1 മുന്നോട്ടുമുള്ള ഇന്റഗ്രൽസ് 0 ആയി പോകും. ബാക്കി ഇടയ്ക്കുള്ള ഇന്റഗ്രൽ -1 to 1. അവിടെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. സോ എഫ് ഓഫ് എക്സിന് 1 എന്ന് കൊടുക്കാം. 1 ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് iwx dx. അപ്പോൾ അത് ഇന്റഗ്രേഷൻ എളുപ്പമാണ്. ഈക്വൽസ് 1/√2π ഇൻറ്റു 1 ഇൻറ്റു ഇ റൈസ് ടു -iwx എന്ന് വെച്ചാൽ ഇ റൈസ് ടു -iwx. ഇ റൈസ് ടു axന്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു ax ബൈ a എന്നാണല്ലോ. അപ്പോൾ ഇത് ഇ റൈസ് ടു -iwx ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് -iw. ദിസ് ഫ്രം -1 to 1. ഇത് നമുക്ക് എക്സിനാണ് വില കൊടുക്കേണ്ടത്. ഈ -iw ഇങ്ങ് പുറത്തേക്ക് മാറ്റാം. ഈക്വൽസ് 1/√2π ഇൻറ്റു ഡിനോമിനേറ്ററിൽ നിന്ന് നെഗറ്റീവ് iw ഇങ്ങ് പുറത്തേക്ക് മാറ്റാം. അപ്പോൾ അത് 1/-iw എന്നാകും, അല്ലെങ്കിൽ -1/iw എന്നാകും. നെഗറ്റീവ് മുകളിലോട്ട് കൊടുക്കാമല്ലോ. എന്നിട്ട് ബാക്കി ഇ റൈസ് ടു നെഗറ്റീവ് iwx ഫ്രം -1 to 1. ഇനി നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽസ് 1/√2π ഇൻറ്റു നെഗറ്റീവ് 1/iw ഇൻറ്റു എക്സിന് 1 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു നെഗറ്റീവ് iw. ദെൻ മൈനസ് എക്സിന് -1 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു നെഗറ്റീവ് iw ഇൻറ്റു -1 എന്ന, അപ്പോൾ അത് iw എന്നാണ്. ഈക്വൽസ് 1/√2π ഇൻറ്റു നെഗറ്റീവ് 1/iw ഇൻറ്റു, നമുക്കിത് ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്യാം. ഇ റൈസ് ടു നെഗറ്റീവ് i തീറ്റ എന്നതിന് cos തീറ്റ മൈനസ് i sin തീറ്റ എന്നും, ഇ റൈസ് ടു i തീറ്റ എന്നതിന് cos തീറ്റ പ്ലസ് i sin തീറ്റ എന്നും കൊടുക്കാം. അപ്പോൾ ഇത് ഈ ആദ്യം ഇ റൈസ് ടു നെഗറ്റീവ് iw ആണ്. അതിന് നമുക്ക് cos w മൈനസ് i sin w എന്ന് എഴുതാം. ദെൻ മൈനസ് ഓഫ് ഇ റൈസ് ടു iw എന്നതിനെ cos w പ്ലസ് i sin w എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ ഈ cos w മൈനസ് cos w ക്യാൻസൽ ആയി പോകും. പിന്നെ ബാക്കി വരുന്നത് -i sin w ഉണ്ട്. വീണ്ടും ഈ മൈനസ് അകത്തോട്ട് ഗുണിക്കുമ്പം വീണ്ടും ഒരു -i sin w ഉണ്ട്. രണ്ടോ കൂട്ടുമ്പോൾ -2i sin w എന്നാകും. ഇസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു നെഗറ്റീവ് 1/iw ഇൻറ്റു നെഗറ്റീവ് 2i sin w. അപ്പോൾ ഇതിൽ ഈ i ക്യാൻസലായി പോകും. പിന്നെ √2ഉം 2ഉം കൂടെ ക്യാൻസലായി √2 മുകളിൽ വരും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. ഇതെല്ലാം അവിടെ ചേർത്ത് ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 2/√2 എന്നത് √2 ആകും. അപ്പൊ √2/√π എന്നാകും. √2/√π എന്നുള്ളത് നമുക്ക് √2π എന്ന് എഴുതാം. √2π. പിന്നെ ബാക്കി sin w/w ഉണ്ട്. i ക്യാൻസൽ ആയിപ്പോയി. sin w/w. ഇതാണ് അതിന്റെ ആൻസർ.
തന്നിരുന്ന ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് √2/π ഇൻറ്റു സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു. ഈ സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റഗ്രൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്റഗ്രൽ നേരത്തെ ചെയ്തിട്ടുള്ളതാ, സൈൻ എക്സ് ബൈ എക്സ് ഒക്കെ നേരത്തെ വേറെ പ്രോബ്ലങ്ങളിൽ ചെയ്തിട്ടുള്ളതുമാണ്. ഇന്റഗ്രൽ 0 to ∞ സൈൻ എക്സ് ബൈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇൻവേർഷൻ ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാം. യൂസിങ് ഇൻവേർഷൻ, ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഫോർമുല, ഇൻവേർഷൻ ഫോർമുല ഉപയോഗിക്കും. യൂസിങ് ഇൻവേർഷൻ ഫോർമുല തിരിച്ച് നമുക്ക് എഫ് ഓഫ് എക്സ് എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π into integral -∞ to ∞ f cap of w into e raised to I x w into dw. ഇതിലേക്ക് എഫ് ക്യാപ്പ് ഓഫ് ഡബ്ല്യുവിന് നമുക്ക് കിട്ടിയ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 1/√2π into integral -∞ to ∞ എഫ് ക്യാപ്പ് ഓഫ് ഡബ്ല്യുവിന് പകരം √2π into sin w by w into e raised to I x w into dw. ഈക്വൽസ് സിംപ്ലിഫൈ ചെയ്യാം. ഈ √2 ക്യാൻസൽ ആയി പോകും. ബാക്കി ഡിനോമിനേറ്ററിൽ √π ഇൻറ്റു √π വരും. അത് √π ഇൻറ്റു √π നമുക്ക് പൈ എന്ന് എഴുതാം. അപ്പോൾ 1/π integral -∞ to ∞ sin w by w into e raised to I x w dw എന്ന് കിട്ടും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇന്റഗ്രൽ 0 to ∞ sin w by w dw ആണ്. അത് ഡബ്ല്യു എന്ന് പറയുന്നത് ഡമ്മി വേരിയബിളാ. ഡബ്ല്യുവിന് പകരം എക്സ് ഇട്ട് വായിച്ചാൽ സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് എന്നാണ്. അപ്പോൾ ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. 0 to ∞ എന്നാണ് ഇന്റഗ്രൽ 0 to ∞ സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു ഡി എക്സ്. അത് കിട്ടാൻ സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു എന്ന ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ ഡബ്ല്യുവിന് പകരം എക്സ് എന്ന് മാറ്റി എഴുതിയാൽ മതി. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫാക്ടർ ഇവിടുന്ന് ഒഴിവാകണം, ഇല്ലേ? ഇ റൈസ് ടു I x w എന്ന ഫാക്ടർ ഒഴിവാകണം. അതിന് എക്സിന് 0 കൊടുത്താൽ മതി. എക്സ് 0 ആകുമ്പം ഇ റൈസ് ടു 0 എന്ന് വരും, അത് 1 ആവും. അപ്പോൾ ഇതിലേക്ക് എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 0 കണ്ടിന്യൂറ്റി പോയിന്റ് ഒക്കെയാണ്. -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1ൽ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. -1നും 1നും ഇടയ്ക്ക് ഫംഗ്ഷന് ഒറ്റ വാല്യൂ ഉള്ളൂ 1. -1 തൊട്ട് 1 വരെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതിലേക്ക് എക്സിന് 0 കൊടുക്കുന്നു ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടാൻ വേണ്ടി. എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു integral -∞ to ∞ sin w by w into 1 e raised to 0 1 ആയി പോകും into dw. എഫ് ഓഫ് 0 1 ആണ് നമുക്കറിയാം. -1നും 1നും ഇടയ്ക്ക് ഫംഗ്ഷന്റെ വാല്യൂ 1 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. എഫ് ഓഫ് എക്സ് ഈക്വൽസ് 1 ആണ് ഈ മോഡ് എക്സ് ലെസ് ദാൻ 1ൽ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 0ക്ക് പകരം 1 എന്ന് എഴുതാം. 1 ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു integral -∞ to ∞ sin w by w dw. നമുക്ക് 0 to ∞ ആണ് വേണ്ടത്. അപ്പൊ ഈ -∞ to ∞ നമ്മൾ 0 to ∞ ആക്കി മാറ്റണം. അതിന് ഇതൊരു ഈവൻ ഫംഗ്ഷനാ. സൈൻ എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷനാ, ഡബ്ല്യു എന്ന് പറയുന്നതും ഓഡ് ഫംഗ്ഷനാ, ഇല്ലേ? എക്സിന്റെ ഓഡ് പവേഴ്സ് എല്ലാം ഓഡ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ലയോ? x raised to 1, x raised to 3, x raised to 5. ഇവിടെ എക്സിന് പകരം w raised to 1 എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷനാ. ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ ഈവൻ ആണ് എന്ന് പറയുന്ന പോലെ ഓഡ് ഫംഗ്ഷൻ ബൈ ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ. ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്. സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആകുമ്പം -∞ to ∞ ഇന്റഗ്രൽ കിട്ടാൻ 0 to ∞ ഇന്റഗ്രലിന്റെ ഡബിൾ എടുത്താൽ മതി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം 2/π 1/π ഇൻറ്റു 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to ∞ സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു. ലെഫ്റ്റ് സൈഡ് 1 ആണ്. അപ്പോൾ തിരിച്ച് ഈ 2/π കൊണ്ട് ലെഫ്റ്റിലേക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × π/2 എന്ന് വരും. സോ π/2 ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ∞ സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു ഡി ഡബ്ല്യു. ഇത് നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് വേറെ ചില പ്രോബ്ലങ്ങൾ. ദെയർഫോർ ഡബ്ല്യു മാറ്റി എക്സ് വെച്ച് എഴുതാം.
ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി, ക്വസ്റ്റ്യനിൽ എക്സാ കൊടുത്തേക്കുന്നെങ്കിൽ എക്സ് വെച്ച് എഴുതാം. സൈൻ എക്സ് ബൈ എക്സ് ഡി എക്സ്, റീപ്ലേസിംഗ് ഡബ്ല്യു ബൈ എക്സ്, റീപ്ലേസിംഗ് ദ ഡമ്മി വേരിയബിൾ ഡബ്ല്യു ബൈ എക്സ്, ദിസ് ഈക്വൽ ടു പൈ ബൈ 2. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഇന്റഗ്രലാണ്. ഇതിന്റെ വാല്യൂ പൈ ബൈ 2 ആണെന്ന് കാണാതെ അറിഞ്ഞിരിക്കേണ്ട. ഇനി നമുക്ക് രണ്ടാമത്തെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. രണ്ടാമത് ചോദിച്ചേക്കുന്നത് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ലാംഡ കോസ് ലാംഡ എക്സ് ബൈ ലാംഡ ഇൻറ്റു ഡി ലാംഡ എന്നാണ്. സൈൻ ലാംഡ കോസ് ലാംഡ എക്സ് അല്ലെങ്കിൽ എക്സ് ലാംഡ, സൈൻ ലാംഡ ഇൻറ്റു കോസ് ലാംഡ എക്സ് ബൈ ലാംഡ ഇൻറ്റു ഡി ലാംഡ. അല്ലെങ്കിൽ ഇത് ലാംഡയ്ക്ക് പകരം ഡബ്ല്യു ഇട്ട് വായിക്കുവാണെങ്കിൽ ലാംഡയ്ക്ക് പകരം നമ്മൾ ഡബ്ല്യു ഇട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതിനകത്ത് ഡബ്ല്യു ആണല്ലോ, അപ്പോൾ ഡബ്ല്യു ഇട്ട് വായിക്കുവാണെങ്കിൽ ഇത് സൈൻ ഡബ്ല്യു ഇൻറ്റു കോസ് ലാംഡ ഡബ്ല്യു, അല്ല ലാംഡയ്ക്ക് പകരം ഡബ്ല്യു ഇട്ട് വായിക്കും. അപ്പോൾ സൈൻ ഡബ്ല്യു കോസ് ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു എന്ന്. ഈ സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു നമ്മൾ ഡിറൈവ് ചെയ്തിടത്തുണ്ട് ഇല്ലേ, ഈ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല, ഈ ഇൻവേർഷൻ ഫോർമുലയ്ക്കകത്തിലുണ്ട്. പിന്നെ ഇതിന് പകരം ഈ റേസ് ടു ഐ എക്സ് ഡബ്ല്യുവിന് പകരം നമുക്ക് ഇവിടെ എന്ത് വേണം, കോസ് എക്സ് ഡബ്ല്യു എന്ന് വേണം. അതിന് ഈ റേസ് ടു ഐ തീറ്റയുടെ ഫോർമുല ഉപയോഗിച്ചാൽ മതി. മുകളിൽ കിട്ടിയ റിസൾട്ട് ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. ഇന്റഗ്രൽ വൺ ബൈ പൈ ഇൻറ്റു എന്നാണ്, പുറത്ത് 1/π ഉണ്ട്, 1/π ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. 1/π രണ്ടാമത്തെ ആൻസർ 1/π ഇൻറ്റു ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി, അവിടെ കിട്ടിയത് സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു ഇൻറ്റു ഇ റേസ് ടു ഐ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇങ്ങനെയാണ് കിട്ടിയത്. നമുക്ക് ഈ റേസ് ടു ഐ തീറ്റയ്ക്ക് പകരം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അതിനെ മാറ്റി എഴുതാം. ദിസ് ഇംപ്ലൈസ് 1/π ഇൻറ്റു ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ എന്നതിന് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതുന്നു. ഇവിടെ തീറ്റ ആയിട്ട് ഡബ്ല്യു എക്സ് ആണ്. അപ്പോൾ കോസ് ഡബ്ല്യു എക്സ്, അപ്പോൾ നമുക്കിത് കിട്ടും, ഈ കോസ് ഡബ്ല്യു എക്സ് ഇതിന് കിട്ടും. കോസ് ഡബ്ല്യു എക്സ് പ്ലസ് ഐ സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എന്നിട്ട് നമുക്കിതിനെ രണ്ട് ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 1/π ഇൻറ്റു ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി, ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റു ഡി ഡബ്ല്യു എന്ന ഫസ്റ്റ് ഇന്റഗ്രൽ, സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഡി ഡബ്ല്യു പ്ലസ് രണ്ടാമത് ഇതിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 1/π ഇൻറ്റു എന്ന് എഴുതണം. 1/π രണ്ടിനും കോമൺ ആണ്. 1/π ഇൻറ്റു ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു ഇൻറ്റു ഐ സൈൻ ഡബ്ല്യു എക്സ്. ഐയും കൂടെ നമുക്ക് പുറത്തെഴുതാം, ഇന്റഗ്രലിന്റെ പുറത്തെഴുതാം. ഇവിടെ ഐ പുറത്തേക്ക് എഴുതാം, കോൺസ്റ്റന്റ് ആണല്ലോ. ഐ ഇൻറ്റു ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമുക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആണ്. അപ്പൊ നമുക്ക് ഈവൻ ഓഡ് എന്നുള്ള തിയറി ഒക്കെ ഇവിടെ ഉപയോഗിക്കാനുണ്ടാവും. -∞ to ഇൻഫിനിറ്റി മാറി 0 to ഇൻഫിനിറ്റി ആവണമെങ്കിൽ ആ ഈവൻ ഓഡ് എന്ന തിയറിയിലേക്ക് പോകേണ്ടി വരും. നമുക്ക് നോക്കാം, ഇതിനകത്ത് ആദ്യത്തെ ഇന്റഗ്രലിനകത്ത് നിൽക്കുന്ന ഫംഗ്ഷൻ ഓടാണോ ഈവൻ ആണോ എന്ന് നോക്കാം. ഇത് സൈൻ ഫംഗ്ഷൻ ഓടാണ്, ഓഡ്. കൊസൈൻ ഫംഗ്ഷൻ ഈവൻ ആണ്. അപ്പോൾ ഓഡ് ഇൻറ്റു ഈവൻ, ഓഡ് ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞാൽ ഓഡ് തന്നെ. എന്നിട്ട് താഴെ വീണ്ടും ഡബ്ല്യു ഉണ്ട്. ഇപ്പൊ ഡിവൈഡഡ് ബൈ വീണ്ടും ഓഡ് വരുന്നുണ്ട്. ഓഡ് ബൈ ഓഡ് എന്ന് പറഞ്ഞാൽ ഈവൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നെഗറ്റീവ് ബൈ നെഗറ്റീവ് എന്ന് പറയുന്ന, നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്ന പോലെ ഓഡ് ബൈ ഓഡ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ആദ്യത്തെ ഇന്റഗ്രൽ ഈവൻ ഫംഗ്ഷൻ ആണ്. ആയതുകൊണ്ട് നമുക്ക് അതിനെ
2 ടൈംസ് 0 to ഇൻഫിനിറ്റി എന്ന് മാറ്റി എഴുതാം. 1/π ഇൻറ്റു 2 ടൈംസ്, അപ്പോൾ ഇത് 2/π എന്നാകും. 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഡി ഡബ്ല്യു പ്ലസ്. ഇനി രണ്ടാമത്തെ ഇൻ്റഗ്രൽ കൂടെ നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് വന്നിരിക്കുന്ന ഫംഗ്ഷൻ മുകളിൽ സൈൻ ഇൻറ്റു സൈൻ എന്നാ. സൈൻ എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷനാണ്. ഇൻറ്റു സൈൻ ഓഡ് തന്നെയാണ്. ഡിവൈഡഡ് ബൈ ഡബ്ല്യു എന്ന് പറയുന്നതും ഓഡാണ്. ഈ ഓഡ് ഇൻറ്റു ഓഡ് എന്ന് പറയുന്നത് ഈവൻ ആകും. ഈവൻ ബൈ ഓഡ് എന്ന് വരും. ഈവൻ ബൈ ഓഡ് എന്ന് പറയുന്നത് എഗെയിൻ ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ അത് ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ആയതുകൊണ്ട് അത് 0 ആയി പോകും. ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ രണ്ടാമത്തെ ഇന്റഗ്രൽ ഓഡ് ഫംഗ്ഷൻ ഇന്റഗ്രലാണ്, അത് 0 ആയി പോകും, അതങ്ങ് ഇല്ലാതാകും. സോ ദിസ് ഇംപ്ലൈസ് നമുക്ക് ഈ ഇന്റഗ്രൽ ആണല്ലോ വേണ്ടുന്നത്. 0 ആഡ് ചെയ്ത് അത് തന്നെ ഈ 2/πയുടെ റെസിപ്രോക്കൽ കൊണ്ട് അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യു ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. 2/πയുടെ റെസിപ്രോക്കൽ π/2. π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 ആണ്, മോഡ് എക്സ് ലെസ് ദാൻ 1. അപ്പോൾ ഇത് π/2 ഇൻറ്റു 1 ഈഫ് π/2 ഇൻറ്റു 1 എന്ന് വെച്ചാൽ π/2 ഈഫ് മോഡ് എക്സ് ലെസ് ദാൻ 1 ആൻഡ് π/2 ഇൻറ്റു 0 ഈഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. മോഡ് എക്സ് ഈക്വൽസ് 1 ആകുന്ന കേസിൽ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്, ഇവരുടെ ആവറേജാണ് വരുന്നത്. ലെഫ്റ്റ് ലിമിറ്റിന്റെ റൈറ്റ് ലിമിറ്റിന്റെയും ആവറേജാണ് വരുന്നത്. 1 എന്ന പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് π/2 ആയിരിക്കും, റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ 1 എന്ന പോയിന്റ് ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ ഇന്റഗ്രലിന്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത് അവരുടെ ആവറേജ് ആണ്. അപ്പോൾ ഇവിടെ π/4 ആണ് കൊടുക്കേണ്ടത്. ഇതുപോലെ -1 -1 റൈറ്റ് ലിമിറ്റ് π/2 ആയിരിക്കും. -1 1 ഇടയ്ക്കാണ് ഈ ഫസ്റ്റ് വാല്യൂ. അപ്പോൾ -1 റൈറ്റ് ലിമിറ്റ് π/2 ആണ്. -1 ലെഫ്റ്റ് ലിമിറ്റ് 0 അവരുടെ ആവറേജ് എന്ന് പറയുന്നത് π/2 + 0 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് π/4. അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്താൽ കറക്റ്റ് ആവും. അല്ലെങ്കിൽ ഒഴിവാക്കാം, നിങ്ങളിത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. മോഡ് എക്സ് ലെസ് ദാൻ 1 π/2 ആയിരിക്കും, മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 0 ആയിരിക്കും. നമ്മൾ ഈ ഇന്റഗ്രലിൽ മുമ്പ് ഇതുപോലെ ഇന്റഗ്രൽ പറഞ്ഞിട്ടുള്ളതാണ്. π/2ന്റെ 0യുടെ ആവറേജ് ആയ π/4 ആണ് മോഡ് എക്സ് ഈക്വൽസ് 1 വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ.